ലാലേട്ടൻ്റെ മുൻ ചിത്രങ്ങളെപ്പോലെ വലിയ റിലീസായിട്ടാണ് ലൂസിഫറും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. റിലീസിനൊരുങ്ങുന്നതിനിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം തരംഗമായി മാറിയിരുന്നു. ലക്ഷക്കണക്കിന് പേരാണ് ലൂസിഫറിൻ്റെ ട്രെയിലർ ഇതുവരെ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. മോഹൻലാലിൻ്റെ ലൂസിഫറിനായി പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ലൂസിഫറിൻ്റെ കിടിലൻ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കിടിലൻ മാസ് രംഗങ്ങളും ഡയലോഗുകളും വിഷ്വലുകളും സംഗീതവുമെല്ലാം നിറഞ്ഞ ഈ ട്രെയിലർ എഡിറ്റ് ചെയ്തത് പ്രശസ്ത എഡിറ്ററായ ഡോൺ മാക്സ് ആണ്. ചിത്രം എഡിറ്റ് ചെയ്തത് സംജിത്ത് മുഹമ്മദ് ആണെങ്കിലും ട്രെയിലർ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഡോൺ മാക്സ് ആണ്. അത് പൃഥ്വിരാജിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ്. ഇപ്പോൾ ട്രെയിലറിന്റെ എഡിറ്റിങ്ങിന് ഗംഭീര പ്രേക്ഷക പ്രശംസയാണ് അദ്ദേഹം നേടിയെടുക്കുന്നതും. 20 ദിവസം എടുത്താണ് ട്രെയിലർ എഡിറ്റ് ചെയ്തത് എന്നും അതുപോലെ ട്രെയിലറിന്റെ അതേ വേഗതയാണ് ചിത്രത്തിന് എന്നും ഡോൺ മാക്സ് പറയുന്നു. ഒരു ബോളിവുഡ് സിനിമ പോലെ വമ്പൻ ക്യാൻവാസിലാണ് പൃഥ്വിരാജ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നും ചിത്രം ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ടെന്നും ലൂസിഫർ ഇപ്പോഴേ കണ്ടുകഴിഞ്ഞ ഡോൺ മാക്സ് പറയുന്നു. മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. ടൊവിനോ തോമസ്, വിവേക് ഒബ്രോയ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത് സുകുമാരൻ എന്നിവരും അഭിനയിക്കുന്ന ഈ ചിത്രം രചിച്ചത് മുരളി ഗോപിയും നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരുമാണ്. മാർച്ച് 28 റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ചിത്രം മലയാളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ റിലീസാവുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മോഹൻലാൽ ചിത്രമായ ഒടിയനാണ് ഇപ്പോൾ ആ റെക്കോർഡ് കൈവശം വെച്ചിരിക്കുന്നത്. കാത്തിരിപ്പുകൾക്കൊടുവിൽ പൃഥ്വിരാജ് ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ അതിന് മികച്ച സ്വീകാര്യത തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൊളിറ്റിക്കൽ ത്രില്ലറായി എത്തുന്ന ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയ നേതാവിന്റെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ലൂസിഫർ റിലീസ് ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ചിത്രത്തെ സംബന്ധിച്ചുള്ള പുതിയ റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നത്. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകളുടെ IMDb ലിസ്റ്റിൽ ചിത്രം ഒന്നാമത് എത്തിയിരിക്കുകയാണ്. 23.7% വോട്ടുകൾ നേടിയാണ് മോഹൻലാൽ ചിത്രം ആദ്യ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ലൂസിഫറിന് തൊട്ടുപിന്നിൽ നോട്ട്ബുക്ക് എന്ന ബോളിവുഡ് ചിത്രമാണ് എത്തിയിരിക്കുന്നത്. നിതിൻ കക്കറിന്റെ സംവിധാനത്തിൽ മുഹസം ഫട്ട്, സഹീർ ഇക്ബാൽ തുടങ്ങിയവർ മുഖ്യവേഷങ്ങളിൽ എത്തുന്ന ചിത്രമാണ് നോട്ട്ബുക്ക്. നോട്ട്ബുക്കിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന PM നരേന്ദ്രമോദി എന്ന ചിത്രമാണ് എത്തിയിരിക്കുന്നത്. വമ്പൻ ചിത്രങ്ങളാണ് IMDb പട്ടികയിൽ ആദ്യ 10-ൽ ഇടം പിടിച്ചിരിക്കുന്നത്. ബോളിവുഡിലെ ബ്രഹ്മാണ്ഡ ചിത്രം കളങ്ക് 4-ാം സ്ഥാനത്ത് എത്തിയപ്പോൾ മമ്മൂട്ടിയുടെ മധുരാജ് 6-ാമതാണ് എത്തിയിരിക്കുന്നത്. ജംഗ്ലി, സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ 2, റോമിയോ അക്ബർ, വാൾട്ടർ പഹർഗഞ്ച്, മഞ്ചേ ബിസ്ത്രി 2 തുടങ്ങിയവയാണ് ലൂസിഫറിന് പിന്നിൽ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ചിത്രങ്ങൾ. ലൂസിഫറിന്റെ ബുക്കിംഗിനെല്ലാം മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റിലീസ് ദിനം ലൂസിഫറിന്റേതായി പല സ്ഥലങ്ങളിലും ഫാൻ ഷോകളും സംഘടിപ്പിക്കുന്നുണ്ട്. വമ്പൻ റിലീസായി എത്തുന്ന ചിത്രത്തിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ആരാധകർ ഒന്നടങ്കം. മാർച്ച് 22-നാണ് മോഹൻലാലിന്റെ ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.